ഇൻവൈറ്റ് വന്നാ നോക്കിയാണ്. ടീമിൽ വന്നു. ആ പിന്നെ അഭിനവ് വന്ന അവ സ്റ്റീമിൽ പോലും ഓൺലൈനിലൊന്നും നമ്മളെ ഇതിലായല്ല. അവൻ വരണില്ലേ ഇടയിൽ? വന്നിട്ട് കളിക്കാമോ നീച്ച് വന്നിട്ട് വരുന്നോ നീച്ച് പോയിട്ട് ഇന്ത്യക്കല്ലേ സെയിം COD വീഡിയോ ഉണ്ടെന്നു ഉണ്ടെന്നാ നോക്കട്ടെ. ആ വന്നു. ഇൻവൈറ്റ് വന്നാ നോക്കിയാണ്. കണ്ടിന്യൂ നോക്കിയെന്നൊക്കെ ചന്ദ്രാസിനെ ബാക്കിയിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. അന്നോട്ട് ബാക്കിയോട്ടാണ് സ്റ്റാർട്ട് ആവണേ തോന്നണ ആയിരിക്കും. ഞാൻ മറ്റേ നേരത്തെ കണ്ടിന്യൂ കൊടുത്താണ് അറിയത്. എപ്പോഴും സേവം കാണിച്ചു നേരത്തെ. തന്നെ തന്നെ എനിക്കറിയാം. ഞാൻ കയറി. അമ്മ ഒരു വീട് പണിയും മറ്റേൻ്റെ ഒക്കെ ബാക്കി തിരക്കിലേക്ക് ചെയ്യുന്നു. ഈ ഫോറസ്റ്റിന് 6 വരെ ലോഡായി. 241 FPS കയറിക്കാണ് ലോഡായി. ഫ്രണ്ട്സ് എല്ലും തലയോട്ടിയും എന്തോ ഉണ്ടെങ്കിൽ ഈ സാധനം ക്രാഫ്റ്റ് ചെയ്യാം. ഇതിന് മറ്റേ ഡാമേജ് അത് മറ്റേനെ കൊന്നിട്ട് കരിച്ചാൽ മതി. ലൈറ്റ് ഓഫ് എല്ല് എന്താ ഉണ്ടാക്കിക്കൊണ്ട് നമ്മള് പൈസ കത്തിക്കാനാ. നമ്മൾ മറ്റേ വീട് കൊണ്ടൊക്കെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗെയിം ക്രാഷ് ആയിരുന്നു. പൈസ പൈസ മറ്റേ ഇതിലൊന്നും കിട്ടിയില്ല, പ്ലെയിനിലൊന്നും. എന്ത് ചെയ്യും? ഇതാണോ ഉണ്ടാക്കണേ? രണ്ടും ഇത് ബോട്ട് ഉണ്ടാക്കി എന്തിനാ എന്തോ തുടങ്ങി പോകാൻ പറ്റുമായിരിക്കും എന്തെങ്കിലുമൊക്കെ. ഇവിടെ കൃഷി എന്തേ? ഇവിടെ വളർന്നാ ഒന്നും ആയില്ലേ, എല്ലാം പറ്റുപോയെന്നു. കാക്ക വേണം, കാക്ക കാക്ക കടൽ കാക്ക. അയ്യോ മാറിപ്പോയി. അവന് വേറെ ഇവിടെ ഇന്നെങ്ങാനും ചാവടിക്കും ശാവുണ്ടെന്നാണിയും. മരം വേണ്ടി കൊണ്ടായിരുന്നു. രാത്രിയാവാറായടി. വീടേ വെട്ടം എന്തിരി? നീ ലൈറ്റും കൊണ്ടുവന്നേ. എന്തോ നോക്കിയാൽ വെള്ള ബോട്ട ഉണ്ടാക്കിയാൽ മതിയല്ലോ. വീട് മറ്റേ ചെറുതുണ്ടല്ലോ, വീണില്ലല്ലോ അടി സാധനം. 40 എണ്ണം വേണോടാ. വലിയ ബോട്ടാണ് ഇവിടുത്തെ. നമ്മൾ കുറച്ച് എന്ത് വലുതിരിക്കട്ട് ഇങ്ങനെ അഭിനയം വരുമോ നീ? മരം വെട്ടിയിട്ടുണ്ട്. അഭിനയമായത് ഞാൻ ചമ്മലത്. മറ്റേനെ കൊന്ന ആ സാധനം ഉണ്ടാക്കാൻ പറ്റല്ലേ? അല്ലെങ്കിൽ മറ്റേ മെയിൻ ആളെ കൊന്നാലും കിട്ടും തോന്നുന്നു.
കഴിക്കാൻ വല്ലതും ഉണ്ടോ? വെള്ളം കിട്ടണം എങ്ങനെയാണെന്ന് അറിയാമോ? അതൊന്നും നമ്മുടെ അടുത്തല്ലോ നല്ല സാധനമൊക്കെ വെച്ച്. ഇനി എന്ത് പരിപാടി? വാ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? എന്ത് സമയമുണ്ടല്ലോ. അതാ ബാറ് ഫുള്ളായാലും ഉറങ്ങാൻ പറ്റും. കഴിക്കാൻ നമ്മൾ എന്താണെന്ന് കഴിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് എത്ര മീനാ മീൻ മറ്റേ പിന്നെ അവരുടെ കാക്ക വരുമ്പോൾ അടിച്ചു വന്നിട്ട് കരിക്കായിട്ട് അതിൻ്റെ രാത്രി ഒരു കാക്ക അതുകൊണ്ട് ഇതാടെ ഒരു കാക്ക പോണ്. അതിൻ്റെ കാക്ക കൊക്കല്ലേ അത്? ഇത് കടൽ കാക്ക എന്തോ സാധനമാണ്. ക്രോസർ വേണം. അതുകൊണ്ട് കരിക്കായിട്ട് അത് തന്നെ. ഞാനിവിടെ തലയിട്ട ചേട്ടാ നീ തല എന്തോ ഒരു ട്രോഫിയിലെത്തും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും. അത് ആയിരിക്കാൻ പറ്റും. തല കൊക്കിയാൻ പറ്റും നോക്കിയാണ് വീണ്ടും ഉണ്ടാക്കി വയ്ക്കണം ഒരു സാധനം ഇവിടെ. വിട്ടിയടിക്കോ കുട്ടിയുടെ നീയാണെന്ന് പറഞ്ഞില്ലേ 4 സ്റ്റിച്ചിങ് കൂടെ. ഇതൊക്കെ നമ്മൾ സ്പോർട്സ്മാൻ സെറ്റ് എടുക്കണ്ടേ? അടുത്ത കാക്ക ചാവ് കാക്ക. തല കൊണ്ട് കുക്ക് ചെയ്ത് ഞെക്കി ചെയ്യാണ് നേരം ആള്. കാക്ക മണ്ട സാധനം പറഞ്ഞപ്പുറത്ത് തന്നെ വന്നിരിക്കുകയാണ്. എത്ര സ്റ്റിക്ക് വേണം? 4 എന്തോ മതിയായിരുന്നു ഒന്ന്. അവിടെ മരം വെട്ടിയിട്ട് നല്ല അടി പെട്ടെന്ന് മരം കാണാനില്ല. അതായിരിക്കും സ്റ്റിക്കൊന്നും കിട്ടണില്ല. ഉണങ്ങിയ മരം ഉണ്ടല്ലോ സ്റ്റിക്ക് കിട്ടാറ്. സ്റ്റിക്ക് എനിക്ക് കിട്ടി. ഇനിയും വേണം. ഓ കിട്ടി അവിടെയത്. ഇനി എത്ര വേണം? വേണ്ട വേണ്ട തീർന്നു. ടോർച്ചാണെന്നടാ ഏടോ അഭിനവതോ ചത്ത് ഓരോ കാട്ടുവാസികൾ. എവിടെ ടോർച്ചൊക്കെ എടാ കാട്ടു ടോർച്ചൊക്കെ അടിച്ചു കൊണ്ട് ടോർച്ചൊക്കെ ഉണ്ട് കാട്ടുവീസിൽ. വെള്ള ടോർച്ചറാണെങ്കിൽ വെള്ള ടോർച്ച് തീസിയും കൊല്ലട്ടോ. ഒന്നും പിള്ളേടാ അടിച്ചിട്ടുണ്ട്. ഇവിടെ വെള്ള ടോർച്ച് ആയിട്ട് കൊണ്ടുപോകുന്നു. കുളിച്ചിട്ടാ വെള്ള ടോർച്ച് ലൈറ്റ്. ഓ തണുപ്പുണ്ടല്ലേ ഇതിനകത്ത്. 2 കാട്ടുവാസികളെ കൊന്നു. ആ കത്തികളെ ബോഡി ഡിസ്പോസ് ചെയ്താൽ ഇതിൻ്റെ ആരും അറിയണ്ട നമ്മൾ കൊന്ന കാര്യം. ഉപ്പുവെള്ളം കുടിക്കാൻ പറ്റുമോ? എനിക്ക് വെള്ളം ദാഹിക്കുന്നു. നമ്മളെ അതിൻ്റെ കുറെ കാട്ടോ ചേർന്നമല്ലേ ആടി വാങ്ങിയാത്ത് നേരെ ഈ കാട്ടുവാസികളെ കണ്ട ഇത് നിങ്ങളെ തലവൻ്റെ തലയാണ് ഇരിക്കണം എൻ്റെ കയ്യിൽ. എനിക്കിവിടെ കാടൊക്കെ കിട്ടി. കാക്കല്ലറെല്ലാം എന്താ ഫോട്ടോ ഒക്കെ. ഭയങ്കര തണുപ്പ് ഇങ്ങോട്ടൊന്നും തന്നെയാണ്. അടിച്ചൊന്നും പൊട്ടിക്കല്ലേ അടി. തലയിരിക്കും പിന്നെ അത് വെച്ച് വേണമെങ്കിൽ മറ്റേ സാധനം ക്രാഫ്റ്റ് ചെയ്യും. അതിന് ഡാമേജ് ഉണ്ടോ കൂടുതലുണ്ട്. അത് എന്താ വേണം? ആ തലയോട്ടിയും പിന്നെ കുറച്ച് എല്ലും ഉണ്ടോ മതി. അതെങ്ങനെ ഉണ്ടാക്കണ? അയ്യോ അവിടെ കമ്പൈൻ ഒരു തലയോട്ടി ഒരു എല്ലും ഉണ്ടോ വെച്ചാൽ മറ്റേ ഒന്ന് അങ്ങോട്ട് പോയോടെ തണുപ്പടിക്കും. ഇവിടെ പെട്ടെന്ന് പോയിട്ട് വരാം.
ഇനി കമ്പൈൻ ചെയ്തിട്ട് ഇതൊന്നും ആവണില്ല. കയ്യിൽ തലവെട്ടി കയ്യിൽ വന്നേ ഉള്ളൂ. എത്ര എല്ല് വേണം? എല്ലാം എത്ര വേണം? എന്താ വച്ച് വെക്ക് കുറച്ച്. എങ്ങനെ വയ്ക്കാം? റൈറ്റ് ക്ലിക്ക് ഞാൻ കത്തി നിൽക്കുമ്പോൾ തലവെട്ടി എടുത്ത് വെച്ചേ. ഈ എല്ലാം തോന്നണം വയ്ക്കാണ്ട്. 2 തലവെട്ടി വേണം. ഒരു തലയോട്ടിയും എത്രയോ എല്ല്. എന്ത് സാധാ തലവെട്ടി തന്നെ മറ്റേ സാധാ കള്ള്? ആ കള്ളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അയ്യോ കത്തണം തണക്കണം. ഓ ഞാൻ മനസ്സിലായി. ഞാൻ സിൽവർ സാധനമായിട്ട് കമ്പൈൻ ചെയ്തു. ഈ തലവെട്ട് എല്ലാം തോന്നണം കേട്ടോ. അതാണ് കമ്പൈൻ ചെയ്യാൻ പറ്റാത്തത്. വെള്ളം കയ്യിലുള്ള തലവെട്ടി ഇപ്പം എങ്ങനെ മാറ്റി? മറ്റേ സാധനം കിട്ടിയായിരുന്നു. ഇത് നോക്കടാ. നൈത്താൻ കത്തില്ലേ? കത്തി തീർന്ന സാധനം. ആ സാധനത്തിൽ തുണി കൊണ്ട് ചുറ്റി വെച്ചാൽ മതി. അപ്പം അത് കത്തിക്കാൻ വേണ്ടി ക്ലോത്ത് എടുത്ത് അതിൽ കൊണ്ട് വെച്ചാൽ മതി. ഇതിൻ്റെ ബ്ലോക്ക് 100% ആണ് കേട്ടാ. എല്ലാ മറ്റേ ബ്ലോക്ക് ചെയ്യണത് എന്തോ ഫുള്ളാണ്. പിന്നെ ഞാൻ എല്ലാ ഡാമേജ് മാക്സിമം ബ്ലോക്ക് ചെയ്യായിരിക്കും. തടി കള്ള് കണ്ടോ വയ്ക്കേണ്ട? കള്ള ഇതാണ് വയ്ക്കേണ്ട, കമ്പാണ് വയ്ക്കേണ്ട. കമ്പാണോ? ഉണ്ടാക്കി സാധനം ഇൻവെന്ററി കാണാനില്ല. എനിക്ക് ഇതിൻ്റെ ശേഷം ബ്ലോക്ക് ഫുള്ളായില്ല. എനിക്ക് അത് നോക്കണം. എൻ്റെ സാധനം കാണിച്ചാണ്. പക്ഷെ നിൻ്റെ കൈയില്ല. എൻ്റെ കൈയുണ്ട്. മറ്റേ അവൻ്റെ ഒന്ന് കിട്ടണേണെന്നൊന്ന് മറ്റവനെ കൊല്ലുമ്പോൾ. ഇവ 2 ഉണ്ടാക്കി വയ്യാട്ടാ വെള്ളത്തിൻ്റെ. അതൊന്നും തികയൂല. ഈ സാധനം കത്തിക്കാൻ പറ്റുമല്ലോ എനിക്ക്. തലവെട്ടി കത്തണ ആ തുണി വെച്ച് ഇതാക്കി. തുണി ആണല്ലോ കാണും. ഈ സാധനം എങ്ങനെയാണ് പറയാൻ പോലെ വെള്ളം കുടിക്കണത്. കാക്ക ഒന്നും അടങ്ങില്ല. രാമയുടെ തോന്നുമ്പോ തീ പിടിച്ചോ? കത്തി ചത്ത്. തീ എടുത്തൊന്നും എനിക്കില്ല. മറ്റേ ബി അല്ലായിരുന്നോ സർവൈവൽ ബുക്ക്? സെറ്റപ്പ് ഡിഫൻസസ്. അതിന്റെ ചുറ്റും ചെയ്യാനുള്ളതായിരുന്നു. വാക്കി ടോക്കി കേൾക്കാമോ? ഹലോ. മോൾട്ടോ വയർ ട്രാപ്പ്, എക്സ്പ്ലോസീവ് വയർ ട്രാപ്പ്. വാക്കി ടോക്കി ഹിയർ മീ. ഞാൻ മറ്റേ വാക്കി ടോക്കി വെച്ചില്ലല്ലോ പറയാൻ പോലെ. ഹലോ വാക്കി ടോക്കി. ഹലോ കിടന്നുറങ്ങാമോ? ഫുള്ളായി. വാട്ടർ കളക്ടർ ഇവിടെ 2 ഉണ്ടായി. വാട്ടർ കളക്ടർ 2 ഉണ്ടാക്കിയിട്ട് മറ്റേ വേറെ സാധനം കൊണ്ട് രാവിലെ കിട്ടും. ബി 4 ഉണ്ടാക്കി വെച്ചു. അത്രയും 4 മതിയാവും. ഉറങ്ങാൻ സമയമായ ഇല്ല. ഞാൻ ചെന്ന് കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ട് വരട്ടെ.
പുള്ളി കമ്പൊക്കെ പറക്കിയിട്ട് വരാം. ലൈറ്റ് അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു. ആരും നിന്നെ അടിക്കണം പറഞ്ഞത് അവന് കാണും. ഈ ഫുഡ് കുറേ നേരം ഇവിടെ ഇരുന്ന കരിയും കേട്ടോ, അതിന് മുമ്പ് എടുത്ത് തിന്നാണെങ്കിൽ. കൊറേ ഫോട്ടോ എടുക്കണ്ട. ഒരെണ്ണം കൂടെ ഉണ്ട്, ആരെങ്കിലും വേണമെങ്കിൽ എടുത്ത് തിന്നി. ഞാൻ കരിയോ അവിടെ രാവിലെയാ പറയും, നമ്മൾ ഈ രാത്രി ഉറങ്ങിയില്ലല്ലോ അതിന്. പക്ഷെ ഉറങ്ങണത് കാണിച്ചില്ല. സേവ് ചെയ്തിട്ടേ ഉറങ്ങാൻ പറ്റുള്ളൂ. സ്റ്റിക്കിട്ട് വനം വേണ്ടാൻ പറ്റുമോ? ഇല്ല, ഉറങ്ങാൻ കാണിക്കണില്ല ഇപ്പോഴും. ഇതാണ്ട് വനം വേണ്ടാൻ പറ്റുമോ? ഇത് വനം വേണ്ടാൻ പറ്റുമോ? ഇല്ലല്ലേ. വീശാനായിട്ട് മരം വെട്ടാൻ പറ്റില്ല. ഞാൻ കുറെ എക്സ്പ്ലോർ ചെയ്യണം, എങ്കിലും എന്തൊക്കെയോ കിട്ടുള്ളൂ നോണ് മെയിനായിട്ട്. ബോട്ടിൽ നമുക്ക് പിന്നെ പോവാം, ആദ്യം നമുക്ക് വെള്ളം അവിടെ കളക്ട് ആവുന്നുണ്ട്, മഴ എത്തുന്നു. അതിന് മരം എന്തോ ഇല്ലാത്തത് ദൂരോട്ട് എക്സ്പ്ലോർ ഇട്ടാണ്. എടുത്ത തടി വെച്ചിട്ട് വരാം. ബോട്ട് അധികം ഉണ്ടാക്കുന്നില്ലേ? ബോട്ട് ആദ്യം ഉണ്ടാക്കാനാണ്. മരം അടിക്കുക. എത്ര അടിയാണ് ഇനി? എത്ര 35 ലാമ ഒന്നെങ്കിൽ ആമയെ പണ്ടിട്ട് ഏതാ അനിമൽ ഡിസ്കവർ ആയ? അനിമൽ ഡിസ്കവർ കാണിച്ചു. വലിയ അണ്ണാനെ പണി സ്റ്റാമിന കൂടണില്ല. ഇതാ ആമ. ഓക്കെ, രാമയും കൂടെ ആയി. ഇവിടെ പോണ് എനിക്ക് എന്തൊരു സാധനം എനിക്ക് കുറവടേ. എന്താ എനർജി ആണെന്ന് തോന്നുന്നു. നല്ല ഫുഡ്, ലൈഫ് എനർജി ഫുഡ് ഒക്കെ ഉണ്ടോ? നേരത്തെ ഇവിടെ നിന്ന് കഴിക്കാത്ത ഫുഡ് അത് കഴിച്ചതിന് പോയ കൂടിയില്ല. എനിക്ക് കുറച്ചും വേണം, ഇനി കുറേ വേണം. എനിക്ക് ഒരു ആമയും കൂടെ പണ്ടണം. അവിടെ ആമയെ കാണാനില്ലല്ലോ. അതൊക്കെ അറിയാം. മരം വെട്ടാനുള്ള എനർജി ഇല്ല. മരം വെട്ടാൻ പോലെ എനർജി ഇല്ല. അല്ല, നമ്മൾ നേരത്തെ റാബിറ്റിന്റെ ട്രാപ്പ് വെച്ച ഓർമ്മ ഉണ്ട്. എവിടെ? വില്ലേജിന്റെ അടുത്ത് എവിടെ? നമ്മളൊക്കെ നോക്കിയാലേ. ഒരു റാബിറ്റിനിടയിൽ ഞാൻ ഓട്ടിച്ചിട്ട് കൊന്നടേ. ഓട്ടിച്ചിട്ട് കൊല്ലാൻ ഇത്തിരി മനസ്സിലാവും. ഞാൻ അടക്കി കത്തി പിടിച്ച്.
വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ കുടിച്ചിട്ട് ഇറങ്ങാം. ഞാൻ ഇടയ്ക്ക് ഒരു കേവ എന്തോ കണ്ടായിരുന്നു, ഏത് ഡയറക്ഷൻ ഒന്നും മറന്നു കറക്റ്റ്. അത് പൊസിഷൻ ഈസ്റ്റ് വെസ്റ്റ് ആ സ്ഥലത്തൊന്നുമില്ലല്ലേ? അതാണ് സൗണ്ട് ഇപ്പോൾ കേട്ടാ ആരാമക്കുണ്ടാവും. കയ്യിൽ ഒന്നും ഇല്ലാതെ എങ്ങനെയായിരുന്നു നിൽക്കണത്? കയ്യിലെങ്ങനെയാണ് ഒന്നും എക്യൂപ്പ് ചെയ്യാതിരിക്കണത്? ഒന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. പറ്റിയില്ല. മറ്റെന്തെങ്കിലും സാധനമായിരിക്കും. പറ്റുമല്ല എടുത്തിട്ട് കളഞ്ഞാൽ മതി, അല്ല വേറെ വഴിയും കാണുമായിരിക്കും. ഇതെങ്ങനെയായിരുന്നു ഗെയിമിന് അടുത്ത അറ്റത്തിന് കടലായി. അവന് ഇങ്ങോട്ടാ? അവന് അവിടെ മരം വെട്ടി ഫുള്ള് ഗ്രൈൻഡ് ചെയ്യും. എടാ വുഡ് ഒന്നല്ല 2 എണ്ണമൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഒരു വുഡിൻ്റെ അടുത്തൂടെ പോയി നോക്കി, 2 വുഡ് കൊണ്ടുവരാം. 2 തന്നെ മാക്സിമം. അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇത് പിന്നെ വയ്ക്കാം, പിന്നെ വേവാ. അറ്റത്ത് കൂടെ നടക്കണം. വേണമെങ്കിൽ കുറച്ച് തടി പൊട്ടിച്ചിട്ടേ ഇപ്പം നമുക്ക് രാത്രി അത് കളക്ട് ചെയ്യാം. രാത്രി പൊട്ടിക്കണമെങ്കിൽ അത് അറിയാൻ പാടില്ല രാത്രി ഇവിടെ കിടക്കണം. പിന്നെ കിട്ടും. ഓ മറ്റേ ഇത് ഉടുമ്പ്. ഇല്ല ഇല്ല, അത് ഓടണം നടന്നു. ഒന്നില്ല ബ്രോ 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 ഉടുമ്പിൻ്റെ ഇറച്ചി ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെയാണ് കേട്ടോ. മറ്റേ സൂക്ഷ്മദർശിനിയിലൊക്കെ അതായത് പിന്നെ മറ്റേ ബീഫിൻ്റെ ടേസ്റ്റ് എന്നുണ്ട് പറയും. ഇല്ല ഇല്ല, സ്റ്റിക്ക് വെട്ടാൻ പറ്റില്ലേ? ഇത് വെച്ച് സ്റ്റിക്ക് എന്തായാലും ആവശ്യം വരെ ഇരിക്കട്ടെ. ഫുഡ് പോയപ്പോൾ എനർജി പെട്ടെന്ന് കൂടി, ലൈഫ് സ്പീഡ് പെട്ടെന്ന് കൂടിയാട്ടോ. ഓ അവന്മാർ പണിത് വെച്ചിരിക്കണ ശൂരം പോലത്തെ സാധനമൊക്കെ പൊട്ടിച്ചളയാൻ പറ്റും കേട്ടോ. ഇപ്പൊ തുണിയൊക്കെ കിട്ടോ ഇതൊന്നും. കയറൊക്കെ എടുത്തരാം. കയറെന്തായാലും ആവശ്യം വരും. ഓ അവിടെ കൊണ്ടുപോയി വരാമ്മ. ആൾക്കാരെ കാലൊക്കെ വെട്ടി വെച്ചിരിക്കുന്നു ഇവിടെ. അതൊരു വില്ലേജ് ഉണ്ട്. ഒരു പെണ്ണ് തുണിയൊക്കെ ഇടാ നടന്നു വന്നടി. പോടാ ഡീറ്റിനിയുണ്ട്. മറ്റേ ഇത് അടിയിലിട്ടിട്ടുണ്ടായിരുന്നു, മുകളിലിട്ടിട്ടില്ലായിരുന്നു. വാട്ട് ഈസ് ദിസ്? എന്തിരി? ആ ശരിയാണല്ലോ, ഒരു കുഴിയില്ല അവിടെ ഡൈനാമൈറ്റ് വെക്കാണെന്തോ. എനിക്ക് കുറെ ഫ്ലെയർ കിട്ടിയ ഫ്ലെയറും പെട്രോളാ. ഇവിടെ ഒരു വല്ല ഡൈനാമൈറ്റ് അല്ല വയ്ക്കണമായിരുന്നു. റീഫ്യൂൽ ക്യാനും കിട്ടി. അതിനെ കൊണ്ട് കഴുകിയിട്ട് മറ്റേ ബേസിൽ കൊണ്ടിട്ടാലോ. ഇപ്പോഴും ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ കൊണ്ട് പറഞ്ഞത്. വെള്ളത്തിൽ വീണടേ, വെള്ളത്തിൽ പോകാൻ പറ്റുന്നില്ല. ഉമ്മ വയ്ക്കേണ്ട സിമ്പലാണിങ്ങനെ വെള്ളം കുടിക്കേണ്ടി വരും. ഒരു അഴുക്ക വെള്ളം വേണ്ട ഡാമേജ് അടിക്കല്ലേ. ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യണം, എൻ്റെ യൂട്യൂബ് വീഡിയോ. അപ്പം നീ നോക്കി അതിൽ. ഇവിടെ ഒരു കാട്ടുവശം കെട്ടിയിട്ടേക്കണ്ടാ.
കെട്ടിയിട്ട് ഞാൻ തുറന്നു വിട്ടാണ് അവനാണല്ലോ ടിമ്മി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ചത്ത് കിടക്കണം, ചത്ത് മറ്റേ അവിടെ നിന്ന് ഡെഡ് ബോഡി മറ്റേ ചത്തിരിക്കണം, അവനെ ഇവിടെ കെട്ടിയിട്ടേക്കണ്. കാട്ടോ ബ്രോ ബ്രോ എന്ത് ബ്രോ വവ്വാല് ആ ഈ കേവ് തന്നെ. ആ അഭിനവ് ഈ കേവ് ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അതറിയാം. So guys, anyone here? ഫ്ലൈറ്റിനകത്തുള്ള ബാഗൊക്കെ ഇവിടെ ഉണ്ട്, ടമാരൊക്കെ കിടത്തുണ്ട്. The Pennambilla was not harmed by our technical difficulties. ഇപ്പോഴുണ്ടാണ് The Pennambilla നമ്മളെല്ലാം കൊന്നേന്ന് അവരടുത്ത് പറഞ്ഞത്. അതാണ് ഇവിടെ ഉള്ള. ഓ ഇവിടെ എന്തോ നടക്കുന്നത് കേട്ടോ, സൗണ്ട് കേൾക്കാം. ഓരോ ആൾക്കാർ അതിന് അടിയടാ ഓടാതെ ഒരുത്തനും കൂടെ ഉണ്ട്. ഇവിടെ മറ്റേ ഫ്ലൈറ്റിലുള്ള മനുഷ്യന്മാരുടെ ഡെഡ് ബോഡി ഇല്ലേ, ആ അതൊക്കെ അവിടെ കൊണ്ട് കെട്ടിയിട്ട് അവരുടെ കാനബലിസ്റ്റിക് ഡ്രൈവ് ഉണ്ടല്ലോ, ആ സംഭവം കാണുന്നത്. നല്ല ലൂട്ടും കിട്ടും. എന്തോ ചെയർ നമ്മളെ നെല്ലിക്കേ മറ്റേ ഇതിലെ ചെയറൊക്കെ ഫ്ലൈറ്റിൽ അമ്മ എനിക്ക് വേണം നെല്ലിക്കാരോ, എനിക്ക് വേണമാരോ. ഇവിടെ നമ്മൾ ഫ്ലൈറ്റിൽ കിടന്ന കുറെ പേരെ കെട്ടിയിട്ടേക്കണ്ട, കെട്ടി തൂക്കിയിട്ടേക്കണ്. ഓടാ അവന്മാരെ വയറ് വെട്ടി കീറി ഇതൊക്കെ കാണാൻ പറ്റില്ല, മാംസം കാണാൻ പറ്റുമോ അവന്മാരെ? പിന്നെ എനിക്കും കാണായിരുന്നടി. ഓ വയറിങ്ങനെ വെട്ടി ഞാൻ കീറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ. അവന് പകുതി കൊണ്ട് അറ്റി വീണില്ല. അപ്പുറത്തൊരു സംഭവം കൂടെ ഉണ്ട്, അത് നോക്കിയിട്ട് താഴെ പോകാനാണെന്ന് തോന്നുന്നു. ആ തന്നെ താഴെ പോകാൻ തന്നെ ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഞാൻ വയറ് വെട്ടിയില്ല, പകുതി വെട്ടി വയറ്. ആദ്യം എനിക്കപ്പോ അവന് പകുതി കൊണ്ട് വെച്ച് അറ്റി വീഴും. എത്ര താഴെടാ ഗുണാക്കിയ വെടി, മറ്റേ ഗുണാക്കിയ എക്സ്പീരിയൻസ് ഇവിടെ. അഭിനവ് മോഡലെന്ന് പറഞ്ഞു താഴോട്ട് പതുക്കേടേ വേണം. ഇത് പതുക്കേല്ലേ കിട്ടും. ഇത്രയും നേരെ ഇവിടെ ചെറുമ്പ് വെച്ചിയ കുഴിയടാ താഴെ എത്താറായെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇറങ്ങാല്ലേ? ചില കാട്ട വെച്ചാൽ അടിയും കേട്ടോ, ചിലതൊന്നും അടിക്കൂല. ഇത്ര പിന്നെ എല്ലാം കേട്ടോ എത്ര നേരം ഇവിടെ താഴേക്ക് ഇറങ്ങി എടുത്തത്. മറ്റേ ഡ്രിഫ്റ്റ് വേണമൊക്കെ മറ്റേ മൈൻഡ് ക്രാഫ്റ്റിലെ. അവിടെ നമ്മളെ പ്ലെയിനിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. എന്നെ മറ്റേ കുറെ മലവാട്ടി ചോക്ലേറ്റ് ഒക്കെ എടുത്ത് നോട്ട്. എനിക്കെന്താ നോട്ട് കിട്ടി. എടുത്തരാം. പെയിന്റ് TNT എടുത്തോ എടാ TNT എടാ നീ എടുത്താ. ചെയിൻസോ ഉണ്ടെങ്കിൽ കേട്ടോ, ചെയിൻസോ എൻ്റെ ചെയിൻസിലുള്ള ഫീലുണ്ട്. ആരോ എടുക്കാൻ പറ്റണ എല്ലാ സാധനവും എടുത്തോ. എവിടെയാടാ ബങ്കറാ ഇവിടെ മറ്റേ ഫുള്ള്. ഇവിടെ കുഴിക്കാത്തിക്കാൻ വീടിനങ്ങോട്ടോ അമ്മ. ആ വീട്ടിനങ്ങോട്ടോ. ഈ മോളിലും ഒരു സ്ഥലം കൂടെ ഉണ്ട്, എടേ അതും കൂടെ കത്തിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ കുറേ സാധനം കിട്ടിയടി. മോഡേൺ ആക്സ്. ആ പിന്നെ പുതിയ ആക്സ്. ഒരുപാട് ആയിട്ട് ഈച്ചയൊക്കെ വന്നിരിക്കും കേട്ടാ, അതൊരു കണി. എന്തായാലും ഇനി മുകളിലോട്ടോ. ഇനി മുകളിലൊന്ന് കയറി പോകുമ്പോൾ ആരെങ്കിലും കയററ്റാത്ത ഇവിടെ ഉണ്ടോ? അടി ചവിട്ടിയുടെ ഇവിടെ ഉണ്ട്. പിന്നെ കാലൊക്കെ ഉണക്കുന്നുണ്ട്. ഇപ്പോൾ എത്തുമ്പോഴത്തേക്ക് ഇതിൽ ചവിട്ടിയിട്ടാലാണ് വഴി കയറി. ഇങ്ങോട്ട് എവിടെ ഒരു വഴി? ഞാൻ നേരത്തെ കയറിപ്പോയ വഴിയില്ലായിരുന്നു.
ഇങ്ങോട്ടാണ്. ആ അതെ. പുറത്ത് വേണ്ട വഴിയാണോ അതോ നേരത്തെ പോയ വഴിയാ? എന്തെങ്കിലും അറിയില്ല. അങ്ങോട്ട് പോയി നോക്കി. ആ അതാ അടുത്ത സ്ഥലം. അതാ പുറത്ത് വേണ്ടേ ആണോ ഇത്? അല്ല അടുത്ത സ്ഥലം. 3 വരെ കൊണ്ടുപോകാൻ 2 വരെ. ഐ റീച്ച് ഹോം. ബോട്ടിനെ ഉണ്ടായി കഴിഞ്ഞ പണി ബോട്ടിൻ്റെ പണിയൊന്നും വരുന്നില്ല. ഓരോ ആൾക്കാരെ വെട്ടി കണ്ടെന്നുണ്ടായിട്ട് ഇതാ കയറെടുത്തോ അഭിനവേ. അവിടെ എന്തിനാ കൊച്ചു പിള്ളേരാ ഇതെന്തിരി? അവിടെ കൊച്ചു പിള്ളേരാ ഡോളാ ഇതെന്തിരി? കുറേ കൊച്ചു പിള്ളേര് കൊന്നിട്ടിരിക്കണം ഇവിടെ നിറച്ച്. ഇത്രയും പിള്ളേരുണ്ടായിരുന്നു. അത് ഡോളാണെന്ന് തോന്നുന്നത്. ആ പിള്ളേരെ പോലത്തെ നിറച്ച് ഒമ്പോ. ഇത്രയും പ്രസവിക്കണമെങ്കിൽ തന്നെ എത്ര നേരം കൊടുക്കും ഈ പെണ്ണുങ്ങൾക്ക്? അവിടെ ഓ ആളെ വെട്ടി കീറി. ഓ അത്രയും ക്വാളിറ്റി പറ്റിയാണ് കേട്ടോ. അതാണ് അതെന്തിരി അത് നോക്ക്. കണ്ടാ അത് പിന്നെ പറഞ്ഞല്ലേ നല്ലത്. ബാക്കിലോട്ടോ ഓടോട്. എന്ത് ഭയങ്കര എന്തോ കൂടിയ സാധനമാണ്. എത്രയോ കാലുള്ള ഒരു പെണ്ണും പിള്ള അവരാണ് പെറ്റിട്ട് കേട്ടോ. ഇതില്ല അടിക്കാൻ നിൽക്കണോ അഭിനവേ? ഇതോ വന്നു അത് ചാടാണോ? ചത്ത കയ്യിലുള്ള പോകും. കുറെ കൂടെ സാധനങ്ങളായിട്ട് വരാം. ബാ ലൊക്കേഷൻ ഓർത്ത് വെച്ചോ. എന്തൊരു പെണ്ണും പിള്ള എവിടെയത്? ഒത്തിരി 10-15 കാലും കയ്യും എല്ലാം ഉണ്ട്. 10 പറയും കാണും ഇവിടെ. എത്ര എണ്ണം എന്താ പെറ്റിട്ടത്? 1000 എണ്ണം എന്താ പെറ്റിട്ടിരിക്കുന്നു. എനിക്കൊന്ന് അവര് പെറ്റിടനാണെങ്കിൽ വരണേന്ന് തോന്നുന്നു കേട്ടാ. മുകളിലോട്ട് മോൺസ്റ്റേഴ്സ് ഇവരെ കൊന്ന ഇതാവുമായിരിക്കും, കുറയുമായിരിക്കും. അങ്ങനല്ലേ ഇത് കാട്ടുവാസിയല്ല. ഇത് എന്തൊരു സാധനം. നീ ലൈവിലല്ല ഒരു വീഡിയോ ഇടുമ്പോൾ നോക്കിയോ. എന്തിനൊന്നും ഒരു ഇറങ്ങിയോട്ടെ. വല്ലാത്തൊരു സാധനം. കമ്പിയറ വീടിന്റെ പണി പൂർത്തിയാക്കാം. വീടിന്റെ ബോട്ടിന്റെ നിങ്ങൾ അനിമൽ ഡിസ്കവേർഡാ ഫ്രണ്ട് ഇരിക്കണേണോ? അവിടെ അങ്ങോട്ടല്ലോ ഉണ്ടോ? ഇങ്ങോട്ടും വഴിയുണ്ടല്ലോ. ഇങ്ങോട്ട് വെള്ളമോ? മഴ വെട്ടുമ്പോഴേ എനർജി പറയാം കേട്ടോ. നമ്മളെ പാടിയാവണെന്ന് പാടിയാവൻ. അവൻ തന്നെ നമ്മൾ കൊന്നവൻ. പാടി പാടണം അനിമലേ. വയമ്പൊക്കെ കൊടുത്ത് വളർത്തിയതാണ്. അടിയിലോട്ടിനി പോകാൻ പറ്റില്ലല്ലേ? നല്ല പറ്റുമെന്നു. നോക്കോയാ അല്ല പറ്റും. സൈഡിൽ കൂടെ പറ്റും. ഇനി 19 അടി അത്രയിടാ. എന്റെ പതുക്കെ വാ. അതാണ് കേട്ടോ പാടിയാണെന്ന് പറഞ്ഞു. അവ പേടിയാവണമെന്നാണ് പറഞ്ഞ. ഞാൻ വിചാരിച്ച അവന് അവ പാടി അവനെന്നാണ് ഞാൻ. ഡെങ്ങിവാ ഇവിടെ ഹാർട്ടൊക്കെ കിടക്കുന്നത്. പേടിക്കേണ്ടതൊന്നുമില്ല മനുഷ്യൻ്റെ. വേണ്ട അവിടെ ഹാർട്ട് കിടക്കുന്നുണ്ട. ചോക്ലേറ്റ് ഒക്കെ കിടക്കണം. എടുത്ത് മുട്ടായൊക്കെ വെച്ചിട്ട് പോയി. അത് അതാ മനുഷ്യനെ വെട്ടി തൂക്കി കാലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. തിരിച്ചുകൊണ്ട വഴി അറിയാമോ? അല്ലേ ബാക്കിലോട്ടായിരിക്കുമല്ലോ. ജസ്റ്റ് അങ്ങോട്ടൂടെ കുറച്ച് പോയിട്ട് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ചേട്ടാ. കുറേ ഉണ്ട് ചേട്ടാ.
അവിടെ അവന് പാടിയാണ് വേമ്പ. അധികം അങ്ങോട്ട് പോകാതിരിക്കാനാണ് നല്ലതെന്ന് തോന്നുന്നു. വാ തിരിച്ചു വാ. ഓ അഭിനവ് ഓടിയോ ഓട്ടം. കുറച്ചും തടി മതി. തടി കെട്ടി എനിക്ക് തിന്നാനും കുടിക്കാനും ഒന്നും അധികം ഇല്ലടി. വാ ആവറേജ് ഗുണാക്കിയ എക്സ്പീരിയൻസ്. പെണ്ണുമ്പിള്ളയെ വന്ന് കൊല്ലണം കേട്ടോ ഒരു ദിവസം. ഇങ്ങോട്ട് തടി വേണം. ഇല്ല ഗെയിമിംഗ് ചെയറൊക്കെ കിടക്കുന്നത്. പൈസ നിറച്ച് എന്താ ഹൈറിന്റെ ബാക്കിൽ ഇല്ല. ഇങ്ങോട്ട് തിരിച്ചെങ്ങനെ വേണം? ഇത് വയ്യ. നമ്മൾ മറ്റേൻ്റെ പുറത്ത് വന്നില്ലേ അഭിനവേ? എന്തിൻ്റെ ആയിരുന്നു സാധനത്തിൻ്റെ പേര് ഓർമ്മയില്ല. ഇവിടേക്ക് റേഡിയോ കാസറ്റ് എടുത്താണ്. എൻ്റെ ഇനി സ്ഥലമില്ല. തിന്നാമല്ലോ ഇങ്ങോട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ ഇരുന്നല്ലേ ഇവിടെ. നെക്സ്റ്റ് ചോക്ലേറ്റ് ഇവിടെ. കാസറ്റ് പ്ലെയർ എടുത്താ? കയറ് കാസറ്റ് പ്ലെയർ എടുത്ത. ഇത് നമ്മൾ വന്നിട്ടില്ലാത്ത സ്ഥലമാണോ? വന്നിട്ടില്ലാത്ത സ്ഥലമായിരുന്നല്ലേ. നമ്മൾ മറ്റേ കയറിൻ്റെ മണ്ടേ കയറിയില്ലേ അഭിനവേ? ഇപ്പം അടുത്തായിരിക്കേണ്ടാണല്ലോ വേണ്ട സ്ഥലം. മൈനറിൻ്റെ തൊപ്പി അടക്കുന്നു. ഇതുവഴിയാണോ? ഇതുവഴി താഴോട്ട് പോണത്. ഇതുവഴി പെണ്ണും പിള്ളേരുടെ അടുത്തോട്ട് പോണത്. ഇവിടെ എവിടെയെങ്കിലും വഴിയുണ്ടോ? ഇതിലെങ്കിലായിരിക്കും കാണാം. രാത്രിയായടെ പുറത്ത് അമ്പോയാ ഫ്രണ്ടടി അമ്പാൻ. ഇവിടെ എന്തൊക്കെയോ ഇവിടെ അല്ല. അവനെ കൊല്ലവരും. എല്ലാം തീർന്നില്ലേ? പിന്നെ എന്തോ സൗണ്ട്
എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ആ ഇങ്ങോട്ട് കമ്പൽ കിടക്കണം. വി ആർ ലോസ്റ്റ്. ചെറുതായിട്ട് എനിക്കും തോന്നി. നമുക്ക് തപ്പി ഇറങ്ങാം എന്തായാലും. പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അല്ലേ നമ്മൾ നേരത്തെ വന്നത്? നീ പോയാ? ഇവിടെ ഞാൻ നേരത്തെ അടിച്ച് തുറക്കാൻ നോക്കി. അതാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏരിയ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ട് വളഞ്ഞു പോണേത്. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൽ കൂടെ ആയിരുന്നു വന്നത്. അതൊക്കെ എപ്പോഴാണ് അല്ല ഇവിടെ ഇടയ്ക്ക് എപ്പോഴാണ് വന്നല്ല നമ്മൾ. മറ്റേ റേഡിയോ അത് കിട്ടിയ ഇതെടുക്കാൻ പറ്റും കേട്ടോ. ഈ വീഡിയോ ടൈപ്പ് വീഡിയോ ടൈപ്പ് എടുത്താണ് ഇവിടെ ഇട്ട് കണ്ടുപിടി. ഈ വീഡിയോ ഇത് ഒന്നുമില്ല. എനിക്കോ തുടങ്ങാനിങ്ങനെ ഇവിടെ ഇതുവഴിയല്ല വേണ്ട. ഇല്ലെന്നോ വേണ്ട. അത് ഇവിടെ പോയാലോ. അതിൻ്റെ ഒരു കാര്യം ചെയ്യാം. വഴി തപ്പിക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് എൻട്രൻസിൻ്റെ അടുത്ത് വല്ലതും വന്ന് നിൽക്കാം പറയാൻ. ഇങ്ങോട്ടൊരു വഴി. അതാ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഇരുട്ട്. പക്ഷേ ഈ വഴി ഇങ്ങോട്ട് ഒരു വഴിയുണ്ട്. ഇങ്ങോട്ടാണ് വന്നതാ. ഇതാണ് നന്നായി. പുറത്തിറങ്ങി. രാത്രിയായി ചേട്ടാ. മറ്റേ ശല്യങ്ങളൊക്കെ വരുമല്ല. വെയിറ്റ് ചെയ്യാനാ. വീടിൻ്റെ ലൊക്കേഷൻ കാണിക്കണം. ആണെങ്കിൽ ഓടിയത് വരെ പോകാം. അതുവരെ പോയിട്ട് വരാം. എന്നിട്ട് സേവ് ചെയ്തിട്ട് ഇറങ്ങാം. അല്ല ലൈസൻസും കൂടെ വന്നിട്ട് കളിക്കുക. എന്നിട്ട് എനിക്ക് കുറച്ച് നേരം വല്ല വീട് വല്ലതും പണിതോണ്ടിരിക്കുക. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ് വരെ വന്ന്. അപ്പോൾ ഇവിടെ ആയിരുന്നല്ലേ റാബിറ്റ് കേജ്. ഇങ്ങനെ അത് പണി തീർന്നില്ലായിരുന്നു. ഇനി വാ. ബോള് വാ. അവിടെ കൊണ്ട് ക്രിക്കറ്റ് കളിക്കാം. അവിടെ നിറച്ച് ബോള്. ക്രിക്കറ്റ് ബോളല്ലേ? ക്രിക്കറ്റ് ബോൾ കയ്യിലെടുത്തോണ്ട് ബാഗ് വയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഇരുട്ടത്തടി ഗുഹയിലെന്നൊക്കെ പുറത്തിറങ്ങി. അതിൻ്റെ അകത്ത് ഓരോ ദിവസം നിന്ന് പെണ്ണും പിള്ളേയും കൊല്ലണം. പിന്നെ ബാക്കി ഏതോ ഇതും വരെ ഒരു സ്ഥലത്ത് ഒരുപാട് ആളെന്ന് ഉറങ്ങി പോയില്ല. അങ്ങോട്ടൊക്കെ പോയി നോക്കണം. അവിടെ തന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് എത്തിയെന്നോ അങ്ങനെ ഇടയ്ക്ക് അല്ലേ? ഞാൻ നേരത്തെ അവിടെ നോക്ക് ചെയ്യും. പിന്നെ അത് എനിക്ക് ഒന്ന് അവിടെയാണെന്നോ ഒന്ന് കറങ്ങി തിരിഞ്ഞ് എത്തിയത്.
എന്നാ വീടിൻ്റെ അടുത്ത് തടിയെടുത്ത് തലയെടുത്ത് വെച്ച് ഇനി ഭക്ഷണം വേണം. ഇനി പഴയ എണ്ണമാണ്. എനിക്ക് ഡീസലല്ല കിട്ടി. ഫ്ലെയർ കിട്ടി, ഫ്ലെയർ. നമുക്ക് ഡൈനാമൈറ്റ് കിട്ടി. എന്ത് പറഞ്ഞേ? പക്ഷേ ചിലപ്പോൾ ഡൈനാമൈറ്റ് കത്തിക്കാതെ ഉപയോഗിക്കാൻ പറ്റുമോ? ഡൈനാമൈറ്റ് കത്തിക്കാൻ നമ്മുടെ ഇതുണ്ട്. സേവ് ചെയ്തിട്ട് ഉറങ്ങി. ആരും ഉറങ്ങാൻ മൂന്നേരം ഉറങ്ങിയില്ല, ഒരാൾ ഉറങ്ങാൻ പിന്നെ. ഇൻവെന്ററി എടുത്തപ്പോൾ ഉറക്കം മാറി. ഫ്ലവർ ദിവസം മൊത്തം നീങ്ങി കേട്ടാ. ഉറങ്ങിയാൽ തനി ഹങ്കർ കൂടിയാ. ഇവിടെ എന്താ കത്തിക്കാൻ മറ്റേ ക്യാപ്പ് അവിടെ മറ്റേ ഡൈനാമൈറ്റ് വെച്ച് നോക്കാം. ഇല്ലേടി ഇത് ഫുഡില്ലേ? ഫുഡെല്ലാം തീർന്നാ? എൻ്റെ ഫുഡ് എങ്ങനെ വയ്ക്കാണ്? കത്തി പിടിച്ചെടുത്തത് ഫുഡ് എവിടെ നിന്ന്? എന്താ ഫുഡ് എടുത്ത് വെച്ചാൽ കത്തിക്കാൻ? മറ്റേ ഇത് മറ്റേ ആമയെ മറ്റേ അതിനെല്ലാം കൊന്നാൽ മതി. ഇറക്കി എന്താ കഴിക്കാൻ പറ്റും? എപ്പോഴും ഫ്രണ്ട് സീറ്റ് എന്ന് പറയണ. ഈ വർഷം എനിക്ക് ഫുഡ് ഉണ്ടോ ഇപ്പം? അവിടെ ആമയെ കൊല്ലണം. നമുക്ക് പുതിയ ആക്സ് അല്ലേ കിട്ടി? എനിക്ക് കിട്ടിയാണ്ടായത്. ഓ എൻ്റെ ഇല്ല, എൻ്റെ സാധാ ഇത് കുറച്ചുകൂടെ സ്പീഡും മുറിച്ചും എല്ലാം നല്ല ഉണ്ട്. അത്യാവശ്യം ബ്ലോക്കും ഉണ്ട്. നമുക്ക് മറ്റടുത്ത് ഡൈനാമൈറ്റ് വെച്ചിട്ട് വരാം. ഞാൻ വരാം. ഇതൊക്കെ വെട്ടിയിട്ടര രാത്രി എടുത്ത് വയ്ക്കാം നമുക്ക്. ഇങ്ങോട്ട് എവിടെ അല്ലായിരുന്നു? അവിടെ ആ ഗുഹയുടെ അടുത്ത് എവിടെ അല്ലായിരുന്നു? അവിടെ അല്ല, ഗുഹയുടെ അടുത്തല്ല, ഒരു വില്ലേജിൻ്റെ അടുത്തല്ലായിരുന്നോ? പ്ലെയിൻ നന്നായി തിരിച്ച് പറഞ്ഞു കൊണ്ടുപോയല്ലേ. ഇതിപ്പോൾ ഗുഹയുടെ അടുത്തെത്തി. ഗുഹയ്ക്ക് മുമ്പെന്തോ അല്ലായിരുന്നു ആ വില്ലേജ്? കിട്ടിയ ഇല്ല, വീട്ടിന്റെ അടുത്താണെന്ന് അറിയാം. വീട്ടിന്റെ റൈറ്റിലോട്ടാ ലെഫ്റ്റിലോട്ടാ എന്താണ് ഒരു വില്ലേജ് പോലത്തെ ഒരു സാധനം. ഇതല്ലേ ഈ ഗുഹ? ഇതല്ലേ? ഇതന്നെ ബോൾ കിട്ടിയില്ലാണ് ബോള്. ഓ അതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ റൈറ്റ് സൈഡിലെ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഇത് തന്നെ ഗുഹ. ഗുഹയും ഇതല്ലല്ല, വേറെ തരല്ലേ?
ഇതല്ല ഗുഹയും ഇതല്ല. അങ്ങോട്ട് വീടിൻ്റെ റൈറ്റ് സൈഡ് എന്തോ ഞാൻ ഓരോ സ്ഥലം ഡയറക്ഷൻ എത്തി. നീയോണ ഡയറക്ഷൻ. ഈ കുളത്തിൻ്റെ അടുത്ത് എവിടെയാണ്? അതാ ഇവിടെ തന്നെ ഇവിടെ എന്തോ ഡൈനാമിറ്റ് വെച്ചിട്ട് അവിടെ ഡൈനാമൈറ്റ് വെച്ചെന്തോ പൊട്ടിക്കുക സ്ഥലമുണ്ട്, എന്തോ പാറയുടെ അവിടെ. ഔഷധ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഔഷധ ചെടികളൊക്കെ ഉണ്ട്. വെള്ളത്തിനകത്തുള്ളതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂലേ? വെള്ളത്തിൻ്റെ അകത്തുള്ള ജീവികളൊന്നും ചെയ്യാൻ പറ്റൂലേ? മീനിനെ കൊല്ലാൻ പറ്റും, പക്ഷെ കരയിലൊന്നും എന്തോ കൊല്ലാൻ പറ്റും. കരയിൽ അത് വെള്ളത്തിൽ അടുത്ത് നിന്ന് ഇത് തന്നെ ഇത് തന്നെ തോന്നുന്നു. അതുകൊണ്ടാ അവിടെ നിന്ന് ഫ്ലെയർ അയക്കണ്ടല്ലേ? എക്യുപ്പ് അത് ഫ്ലെയർ അല്ലേടാ? അത് അല്ലല്ല ഡൈനാമൈറ്റ് ആണെന്ന് തോന്നുന്നു. വേണ്ട എക്യുപ്പ് പുതുക്കിയിട്ടതേ. കത്തി ലൈറ്റ് വെച്ചാൽ കത്തി. ഇല്ല മാറി ഇത് വച്ചാ ഞാൻ ഇല്ല. തിരിച്ചു കയറണം. കത്തിച്ചിട്ടാണോ വയ്ക്കാനെന്ന് തോന്നുന്നു. അല്ലല്ല നെല്ല് കത്തിച്ച് കണ്ണെന്ന് തോന്നുന്നു. അയ്യോ അറിയാൻ. ഓ ഞാൻ തെറിച്ചങ്ങ് നീയൊക്കെ. എനിക്കൊന്നും പറ്റിയില്ല, നമ്മള് ദൂരേക്ക് ആയിരുന്നു. ഗണ്ണല്ലായിരുന്ന കിട്ടിയ എന്തിനാ നീ ഗണ്ണെന്തോ പറ്റി? എനിക്കാ വേറെ ആർക്കും കിട്ടിയ അഭിനവൻ കിട്ടിയ ഗണ്ണ് കിട്ടിയ പിന്നെ വാൻഡി കിട്ടി. അപ്പൊ നീ കിട്ടിയ എനിക്ക് ഗണ്ണല്ലെന്നോ എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്കാണ് കിട്ടിയ ഗണ്ണാണെന്ന് തോന്നുന്നു. ഗൺ പാർട്ടറാ. പാർട്ട് 8 പാർട്ട് വേണം. അതിന് 3 പാർട്ടാണ് ഇത് കിട്ടിയത്. 8 പാർട്ടുണ്ട്. ബാക്കി പാർട്ട് അവന്മാരിക്കണം. എനിക്ക് വാച്ച് ബാറ്ററി കിട്ടി. എന്തിനാണ്? എനിക്കും കിട്ടി 3 ഔട്ട് ഓഫ് 8 ഓൾഡ് ഗൺ പാർട്ട്. മറ്റേ ഡ്രോപ്പ് ചെയ്താണ് നോക്കട്ടെ. നോക്കാൻ പറ്റില്ലേ? കമ്പനി ഞാൻ കമ്പനി ഞാൻ നോക്കട്ടെ. വെട്ടി അടിച്ചാൽ വെട്ടിക്കാൻ കയ്യില് പുതുക്കിയിട്ട് കയ്യിലെടുത്തിട്ട് ജീ പുതുക്കിയാ മതി. കയ്യിലെടുക്കാൻ പറ്റൂലേ? സാധാ സാധനങ്ങളൊക്കെ എത്തുള്ളൂ. പക്ഷെ എല്ലാം ഒരാളെടുത്തിരുന്നെങ്കിൽ ഇത് ഞാനായിട്ട് അതല്ല എല്ലാവർക്കും വേണ്ടിയാണ് കിട്ടിയേട്ടാ. അങ്ങനെയല്ല, എല്ലാവർക്കും വേണ്ടിയാണ് കിട്ടി. എല്ലാവർക്കും കൂടെ ആണോ കിട്ടിയ? കറക്റ്റ് 8 ഉള്ള ആവുമ്പോൾ അല്ലെ കറക്റ്റ് 3 കിട്ടിയ. അവനും കിട്ടി, എനിക്കും കിട്ടി. നിങ്ങൾക്ക് ഒരു ബാരൽ പോലത്തെ സാധനമാണോ കിട്ടിയ? 8 of 3 എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ല, ഇതൊരു നീളമുള്ള നീളം പോലത്തെ സാധനം. അപ്പം 3 അറിയില്ല. അവിടെ ക്ലിയർ ഒന്നും എന്തൊരു കിട്ടി, അതൊന്നും കിട്ടിയില്ലേ. ഇവിടെ എവിടെ വരുന്നേ റാബിറ്റിന്റെ ട്രാപ്പ് നമ്മൾ വെച്ചിരുന്ന. ഇന്നലെ ഓടി വന്നപ്പോൾ തിരക്കിനിടയ്ക്ക് കണ്ട്. എന്നിട്ട് അതിന് ഒരു സ്റ്റിക്കും കൂടെ വയ്ക്കാണ്ടായിരുന്നു. അത് വെച്ച് ഇടയ്ക്ക് ചെയ്തിട്ട് ഇതാണെന്നല്ലോ നമ്മൾ പോയ കേവ് പ്രിൻസ്. ഇത് ഞാൻ നിൽക്കണത് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇന്നലെ പോയത്. ഇപ്പൊ പോയിട്ട് കാര്യമല്ലേ, കുറെ ലൂട്ടിനി. പിന്നെ എവിടെന്നെങ്കിലും പോയി അവിടുത്തെ പിന്നമ്പിള്ളയെ കൊല്ലണം മതി.
ആർമറും ഇല്ല ഉണ്ടാക്കാൻ പറ്റിയതിൽ. അങ്ങോട്ടൊക്കെ പോയി നോക്കാം. അണ്ണ ചെറിയ മലക്കടി പുസ്തകം എടുത്തു. I got part of time ബാക്കി പറയാം. ടൈപ്പ് ചെയ്ത് എത്ര ഐ ഗോട്ട് എ പാർട്ട് ഓഫ് ടിമ്മീസ് ടോയ്. ആ എൻ്റെ ഉണ്ട് എന്തോ ടോയ് ഇല്ല. നിങ്ങളെ കിട്ടി അപ്പൊ എന്നെ കിട്ടി കാണുമല്ലോ. എനിക്ക് അലോവേറ കിട്ടിയിട്ട് അലോവേറ. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. 5 ദിവസം കഴിഞ്ഞ് പോകാന്നൊക്കെ പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് ഫുള്ള് പോകാൻ പറഞ്ഞു. ആ വേണ്ട. എല്ലാ ദിവസവും നടന്ന പോലെ തന്നെ. ആ മാപ്പ് തീർന്നടാ. ഇതൊരു ഐലൻഡ് ആണോടാ കുഞ്ഞ്? പോയാല് എടാ ഇതൊരു കുഞ്ഞ് ഐലൻഡ് ആണ്. മാപ്പ് തീർന്നു. ഞാനൊരു കിണറിനകത്തോട്ട് കഴിഞ്ഞു പോണ്. ഈ കിണറിനകത്തോട്ട് അടിയിൽ എന്തിനാണ് വന്നത്? ഞാൻ കിണറിനകത്തോട്ട് ഇറങ്ങി പോണ്. ഉണ്ടോ അവിടെ? മറ്റേ ഒരു കുറെ കൈയുള്ള സാധനം ഇരിക്കുന്നു. വല്ലതും കുറെ കൈയുള്ള സാധനം ഭയങ്കര കരച്ചില കേൾക്കള്. നമ്മള് പറഞ്ഞ ഗുഹയാണ്. ഗുഹയല്ല, ഒരു കിണറിനകത്ത് കയറിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയാണ് പോയത്. മിക്കവാറും ഒരു വലിയൊരു ഒരു 4 തൊള്ള സാധനം ഉണ്ട് അവിടെ. അത് തന്നെ ഭയങ്കര ചാട്ടമൊക്കെയാണ്. മിക്കവാറും കൊല്ലും. പിന്നെ അത് ഞാൻ ചേച്ചി പൊങ്ങി വരണം. നമുക്ക് ലൂട്ടായിട്ട് പോവാ. ഇവിടെ ഞാൻ നിങ്ങളെ അടുത്ത് പൊങ്ങി വരണോ? ഇതൊരു ഐലൻഡ് ആണ് കേട്ടാ. തീരും കേട്ടാ. എൻഡുണ്ട്. ഓ ഞാൻ വലിയ ഇവിടെ കൂടാ നിങ്ങളവിടെ വേണം. മാൻ സന്തോഷത്തോടെ ഓടി വരണം. ഒരു വെട്ട് വെട്ടി നിന്നടി. കുഴിക്കാത്താണ് മാനർത്തിന്നാമ്പ. ഒരുത്ത ഓടണം. പ്രിൻസേ നിന്റെ അടുത്ത് നഗ്നനായ ഒരു മനുഷ്യ ഓടി വരണം. ഓ ഒന്നല്ല 2 എണ്ണം ഉണ്ട് കേട്ടാ. മനുഷ്യർ എൻ്റെ അടുത്തോട്ട് ഒന്നാണ്. ബാക്കപ്പ് വേണം. എന്നെ കണ്ടു സീവിലെന്നാ ഓടി മണ്ടേ വീണ. ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കാതെ അടിയടാ. ഒരടി ബ്ലോക്ക് ചെയ്ത് അതിനെ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ആ എവൻ്റെന്നാണ് മറ്റേ വലിയ ഇനി കാലിന്റെ രാജ്യം ഇവിടെ വേറെ ആരും വേണ്ട.
ഇവന്മാരെ നമ്മളെ ബെയിറ്റ് ചെയ്യാനാണ്. ഓടിച്ചൊന്നും ചിലപ്പോൾ കൂട്ടത്തിൻ്റെ അടുത്ത് കയറിക്കളയും. ഓടിച്ചെന്ന് കൂട്ടത്തിൻ്റെ അടുത്ത് ലൂർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. തടി എടുത്തോ അതിനെ. കാണുന്ന തടിയല്ല അല്ല അവന്റെ നല്ല ഡ്രോപ്പ് ആവും തോന്നണം. അറിഞ്ഞൂടാ കത്തിക്കണം. ഇവിടെ കൊണ്ടുവന്നേ അതിന്റെ മണ്ടയിലങ്ങ് എടുത്തിട്ടാ മതി. കരിങ്ങോളും ആണെങ്കിൽ മറ്റേ തീ ആള് കത്തിക്കാൻ കുറച്ച് ഇലയിൽ കൂടെ ഇട്ട് കൊടുത്തു. തീ അണങ്ങി അത് ലൈഫിലിട്ട് കത്തിച്ചു. ഇല്ല ഇവനെ നല്ല ഡ്രോപ്പ് ആവണേണ് മറ്റേ സാധനം. ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ടിട്ടാ പിന്നെ എടുക്കാൻ ചെയ്യും. വെള്ളത്തിൽ കൊണ്ടിട്ടല്ലേ വെള്ളത്തിൽ വീണു. ഇതിൻ്റെ കൂടെ 4 ബെറി ചേർത്ത പോയിസൺഡ് വെപ്പണാവും. പിന്നെ ലോഗ് എന്തൊരു സാധനം ലോഗ ആരും ഓടിപ്പോയി. അല്ലല്ല ആൾക്കാർ ഓടിപ്പോയി. അവിടെ ഒരു കുറെ കാട്ടോസ് എടുത്ത് ഓടിപ്പോയി സ്പീഡില്. കൊറേ ഓടട് രാത്രി ഇങ്ങോട്ട് വരാൻ തന്നെയുണ്ട്. ആ തടിയോരത്ത് എന്തൊരു സാധനം എവിടെയാ അവർ ഉദ്ദേശിക്കണ? അല്ല അവരല്ല ഇപ്പൊ പോയത് കുറെ അവരെന്തൊക്കെ കാര്യമായിട്ട് പറയാണ് കേട്ടാ. വലിയ വേണ 8 കാലുള്ളതാ. അതിന്റെ പയ്യ ഉണ്ടെന്ന് അവരേലാണോ പയ്യെ? അപ്പൊ നമുക്ക് അവരെ കൊന്നപ്പോ കളിയിരിക്കും കേട്ടാ. എൻഡർ ഡ്രാഗൺ പോലെ ആയിരിക്കും. I think plus damage we need valid proof. Town set endedi ഇവിടെ ഫുഡ് കുക്കായ എത്രയാണ് വേണേ കുക്കാവാൻ? ഇല കാണിട്ടെടുത്താണ് കുക്കാവട്ടെ. ഇവിടെ ഈ ലോക പോലത്തെ സാധനം എന്തിനാണ് ഇവിടെ ഉദ്ദേശിക്കണ? അതില് വെപ്പണ്ട തടി എന്തോ രക്തത്തിന്റെ സിമ്പല് പോലത്തെ ഒരു സാധനം.
തടി മാറി തലേ കൂടെ ഒന്ന് അത്ര പൊക്കിയുണ്ട്. തലേ കൂടെ എത്ര അടിയാണോ? ആട്ടൽ ഷ്യൂ ഞാൻ തലേ കൂടെ വീണ് നീങ്ങിയൊക്കെ പോകുന്നു. ആയിപ്പം ഇംഗ്ലീഷ് കണ്ടോ? വാട്ടർ ഷ്യൂ എക്സ്പെക്ട് ഇത് മറ്റേ ഇനി ഒരു തടിയും ഇത് തീർത്തിട്ട് ഒരു ഹാർഡിലും കൊടുക്കും. ഓക്കെ അല്ലേ ഇട്ടേക്കണേ. ഇത് നോർമലി പിന്നെ ഒരു അടിയും കൂടെ കൊണ്ടുവച്ചാൽ ഒരു അടിയും കൂടെ എട്ട് അടിയും കൂടെ ഫുഡായ എന്തൊരു ഇത്ര നേരം വേവാൻ ഇലയെ കൊണ്ടുവരണം. ഇവൻ്റെയിൽ ഇരുന്ന് ചോക്ലേറ്റ് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടേ അവിടെ അല്ലാതെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വലിയൊരു മരം വെട്ടിയിട്ട് ബോട്ട് കംപ്ലീറ്റ് ആയ അതായത് നീ കേട്ടാ വെള്ളത്തിലോട്ട് ഇറങ്ങണില്ലേ? ഈ സാധനം മൊത്തത്തിൽ ഇങ്ങോട്ട് ഇത് മൊത്തം ബോട്ട് വലിയ ബോട്ട് മൊത്തം. ഓ ഹൗസ് ബോട്ട് അനങ്ങണല്ലത്. അതാ ഇതിൽ ബോട്ട് ഉണ്ടെങ്കിൽ ബോട്ട് നമ്മൾ അനങ്ങിക്കണോ? അവനൊന്ന് കഴിക്കണം. ഓ ഇതിൽ മൗസ് കൊണ്ടാണ് അതുകൊണ്ടാണ് നിൽക്കണം. മൗസ് കൊണ്ടാണ് കേട്ടോ. തിരിച്ചെങ്ങനെ എത്തി? കാരണം ട്രിപ്പ് അടിച്ചിരുന്നേ എങ്ങനെ അങ്ങോട്ട് പോകണം? കാരണം അങ്ങോട്ട് പിന്നെ വേഗം പോണം. നെക്സ്റ്റ് മോർണിംഗ് പോവാം. രാത്രി പോകണല്ലേ സുഖം. വാ രാത്രി ക്യാമ്പ് ഫയർ ഇട്ട് പോവാം. വാ മോനെ ബോട്ടിൽ നിന്ന് തീക്കിട്ടാണ് നമ്മളെ കയറി കയറുക. കാണാമോ? തീരട്ട് ഇടാൻ പറ്റാത്ത അവിടെ ഇറങ്ങും. കുറച്ചുണ്ടായില്ലേ അമ്മ? അതിൽ കുറച്ചുണ്ട് പിന്നാട് കുടിക്കാൻ വേണ്ടി. ഓ രാത്രി വയ്ക്കൂടാ തണുപ്പ്. അവനെ തണുപ്പടിക്കും. തീയിടാൻ നോക്കാം. കടിയാണെന്ന് പറ്റുമെന്നാണ് അവിടെ നിർത്തിയാണ്. അവിടെ എങ്ങനെ ഇറങ്ങണ? ഞാൻ എങ്ങനെ ഇറങ്ങും? എങ്ങനെ അറിയാം? ഞാൻ ഇറങ്ങി നിർത്തിയാണ്. അതിന് ഇവിടെ വയ്ക്കാൻ പറ്റണമെന്ന് നോക്കുമല്ലോ. ആ ഇവിടെ തീ ഇട്ടു. രണ്ട് കല്ലും കൂടെ എനിക്ക് വയ്ക്കാൻ കാണിക്കണില്ല ഒന്നും. രണ്ട് കല്ലും കൂടെ വേറെ ബഗ്ഗടാ. എന്തോന്ന് എങ്ങനെ നീക്കണം? അവിടെ ക്ലിക്ക് മൗസ് വെച്ച് നമ്മളെങ്ങനെ വീട്ടിനടുത്തോട്ടാണോ? ആ വീണ്ടെടുത്തോ വീണ്ടെടുത്തോ. വീട്ടിനടുത്തോട്ട് തന്നെ പോകണം. ആ തന്നെയാണ്. കര കയറണം കര കയറണം. എങ്ങനെ ഇറങ്ങണത്? അവിടെ ഫുഡ് ഫുൾ ആയില്ല. എടുക്കണം എനിക്ക് കരയിൽ കയറിയല്ലേ ഇരിക്കണത്. ഫുഡ് കുക്കായി. ഓ താഴെ നോക്കിയാണ് എടുക്കാൻ. ഞാൻ മോളിൽ നോക്കിയാണ് എടുക്കുന്നത്. നേരെ അതല്ല വേറെ ഏരിയേ ഫുഡ് കുക്ക് ചെയ്തില്ലെങ്കിൽ മണ്ട ഇട്ടിരിക്കണേ ചുമ്മാ. അതായത് മറ്റേ ഒരുപാട് ദൂരം എവിടെയെങ്കിലും പാടകില്ലേ കരിഞ്ഞു പോകും. അതല്ല അത് കരയെ കയറി പോകുന്ന കേട്ടാ ബോട്ട്. ഇനി തിരിച്ചിറക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ മണ്ട നേരം താഴോട്ട് ഇടണോ ഫുഡ്? അതാ കാണിച്ചില്ലേ? ആ മണ്ടയിലത്തെ ആ സാധനം ഉണ്ടല്ലോ അതിലൊന്നും. ഞാൻ സോണോട് സെറ്റാക്കിയില്ല. ഇതെങ്ങനെ അല്ല ഇതെങ്ങനെ തുഴയണത്? പക്ഷെ അത് കുടുങ്ങി ഏട്ടാ. അടുത്ത ബോട്ട് പണിയാണ്. വലിയ ബഗ്ഗായി ഏട്ടാ. അത് തന്നെ നേരത്തെ നീ കാണിച്ചു. ബോട്ട് ഇറക്കി നോക്കാം. സൗണ്ട് അഭിനവിന്റെ മൈക്കേരി ബോട്ട് ഒഴിഞ്ഞാൽ നോക്കിയിട്ടാണ്
ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബോട്ട് ഫൈനലി ചത്തടാ പൊക്കടാ. സത്താ ഇല്ലല്ല തണുപ്പത്ത് മഴയും കൂടെ ഇതുകൊണ്ട് തത്ത് ഇല്ലല്ല തന്നെ നീ ഇവിടെ തത്തില്ലയോ? ഞാൻ ബോട്ട് ആ എനിക്ക് ക്യാമ്പ് ഫയർ കാണിച്ച് ഞാൻ ക്യാമ്പ് ഫയർ പൊട്ടിക്കാനാണ് കാണിച്ചത്. ഉറങ്ങാൻ പറ്റുമോ കുറച്ച് നേരം കൂടെ? ബോട്ടൊക്കെ അങ്ങനെ നീങ്ങ എല്ലാം കള്ളി നീങ്ങോ? ആ തള്ളാനുള്ള ആവശ്യമുണ്ട് കേട്ടാ. തന്നെ എങ്ങനെ പോകണം? ഇവിടെ കൈ ഇവിടെ നിന്ന് വീ കാണിക്കും. അതെങ്ങനെ ഇനിയാണില്ല എനിക്ക് അടുത്ത ഞാൻ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയാ ഏകദേശം ഇറങ്ങണം. ക്യാമ്പർ തെറ്റി ഓട്ടർ ക്യാമ്പർ തെറ്റി സെറ്റാക്കാം. നമുക്ക് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ ഇറങ്ങി ഓടണത്തിൽ ക്യാമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മറ്റേ ഒറ്റ ക്യാമ്പർ നോക്കാൻ പോണി വാട്ട ഇവിടെ അതുവഴി അങ്ങ് പോയാ ചിത്രത്തിന് ഒറ്റയ്ക്ക്. ആ വേറെ ആ പൊട്ടിക്കാനാണോ കാണിക്കണേ? ആ പെട്ടെന്ന് പോയാ ബഗ്ഗാണെന്ന് പോയി. ബോട്ട് അഭിനയം എടുത്ത് കളിക്കുക. അയ്യോ കത്തി 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 അങ്ങനെ പ്രശ്നമുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ ബോട്ട് വലിയുമ്പോൾ അതിൽ കൂടെ വന്ന് വീഴും. അടുത്ത് വെള്ളത്തിൽ കൂടെ ആയിരിക്കണം ബോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഗതിയില്ല. ഫുഡൊക്കെ ഇത് പോകണല്ലോ ഈ ബോട്ട് തണുപ്പ് ചെയ്തിട്ട് പോണ് ആ ശരി പോയി ചാച്ചയും കൂടെ വിളിച്ചങ്ങ് വെക്കായിരുന്നല്ലേ. ആരോ കരിയണ സൗണ്ടൊക്കെ പൊട്ട് തീർച്ചയായിട്ടും. അവനെ അടുത്തോട്ട് തന്നെ അല്ലേ പോണത്? ഓ കേട്ടില്ല 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 കേട്ടില്ല. അതിൽ മണ്ണ് 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 ഫുഡ് തിരിക്കണം. ഇവൻ ഡൈനാമൈറ്റ് ഇട്ടാണോ അഭിനവ്? തന്നെ തന്നെ അഭിനവ് ഡൈനാമൈറ്റ് ഇട്ടത്. ചുമ്മാ വേസ്റ്റ് ചെയ്യാതടേ. ഇത് ഇനി ആവശ്യമുണ്ട്. അല്ല അവിടെ നിറച്ചുണ്ട് എങ്കിലും. ആ ഉറങ്ങാറായി കാണുമല്ലോ പറയാൻ പോലെ. ഇല്ല കുറച്ച് നേരം കൂടെ ഉണ്ട്. നേരത്തെ വെട്ടിയിട്ട തടിയൊക്കെ എടുത്തോണ്ട് വരാം. എന്താ ബോട്ടിനകത്ത് കട്ടിലാണ് സെറ്റ് ആക്കിയാൽ പറ്റുമോ? കട്ടില കിടക്കണ സാധനം പറ്റിയായിരിക്കും. നമ്മളിവിടെ പുറത്ത് സെറ്റ് ചെയ്തില്ല ഇതുവരെയും ഉണ്ടാക്കി വെച്ചിട്ട്. അതിന് മറ്റേ റാബിറ്റ് വേണം. ഇനി കരയൊക്കെ അറിയാട്ടാ. ഫുഡൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? ഫുഡ് ഇതില് മോളിൽ വെച്ചാൽ മതി. താഴെ വെക്കണമെങ്കിൽ മറ്റേ കഴിക്കുമെങ്കിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ കരിക്കും. താഴെ എങ്ങനെ വെക്കണം? താഴെ മറ്റേ ഇതിൽ ഞാൻ അതിലെങ്ങനെ വെക്കണം? അതിൽ നോക്കിയിട്ട് മറ്റേ 6 വിളിക്കുക മതി. അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യില്ല. വയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 6 വിളിക്കുക മതി. കട്ടിൽ സെറ്റാക്കാൻ വേണ്ടി ക്രാഫ്റ്റ് ചെയ്യണത് അങ്ങനെ ബി ഉറങ്ങാറായി വാ. ഞാൻ ആയില്ലേ ജസ്റ്റ് കൂടെ. ഹൗസ് ബോട്ടിന് ഡോറല്ലേ? ബോട്ടിന് ഡോറില്ലേ? കിടക്കണ സാധനം എവിടെ ഇരിക്കണേ? അത് ഇവിടെ ഒന്ന് വേണ്ട. ഇത് അതല്ലേ അല്ലാണ്ട് മറ്റേ ഒരു വീട് പോലെ സാധനം ചെറിയ അത് ഇവിടെ ഇവിടെ കണ്ടില്ല. അതല്ലേ ഇതിനകത്ത് ബുക്കിനകത്ത് എവിടെയാണ്? ആ ടെമ്പററി ഷെൽട്ടർ. അല്ല ടെമ്പററി ഷെൽട്ടറിൻ്റെ ആവശ്യമില്ല. മറ്റേ ബെഡ് വെച്ചാലും പോരെ അത്. അല്ല നമുക്ക് ബോട്ടിനകത്താണ് സെറ്റാക്കാം. ബോട്ടിനകത്ത് വയ്ക്കാൻ കഴിക്കാൻ സ്ഥലമില്ല. ബെഡ് വയ്ക്കാണ്ട് നോക്കിയാൽ ബോട്ടിനകത്ത്. ബെഡ് എങ്ങനെ അല്ലെങ്കിൽ ഹണ്ടിങ് ഷെൽട്ടർ പറ്റുമെന്നാണ് ബോട്ടിൻ്റെ അകത്ത്.
അത് നമുക്ക് കിടക്കാനുള്ളതല്ലേ. സ്ഥലമില്ല. ബെഡ് ഉണ്ടോ നോക്കിയാണ്? ബെഡ് എവിടെ നിന്ന് എടുത്താൽ മതി? ബെഡ് നോക്കട്ടെ. ഇത് എങ്ങനെയൊന്ന് ക്യാൻസൽ ചെയ്യണം. 6 ഇയ്യ. നോക്കട്ടെ. ബെഡ് ഇതിനകത്ത് ഷെൽട്ടറിനകത്തില്ല. ഇതിനകത്തില്ല. മല്യം പറയാ ഫർണിച്ചറിനകത്ത് എനിക്ക് കൗച്ച് സ്മോൾ ബെഡ് ഉണ്ട്. ഇവിടെ വയ്ക്കാൻ വീടിൻ്റെ അകത്ത് വെക്കല്ലേ ലാർജ് ബെഡ്. സ്മാൾ ബെഡ് കണ്ട് ഫർണിച്ചർ. ഇവിടെ വയ്ക്കാൻ വേണ്ടിയുണ്ട്. സെറ്റ് മൂവിങ് സാധനം ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ട്രിപ്പ് പോയിത്തരാ. കഞ്ഞി പോയി തരാം. മറ്റേ ഹെൽപ്പിൻ്റെ സാധനം. ഇല്ല. Pronto vai. ഞാൻ പ്രിൻസിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയാൽ പോയ.
തുറക്കാൻ കാണിക്കുന്നില്ല. ഇവിടെ അന്ന് നമ്മൾ ലൂട്ട് ചെയ്തായിരുന്നു. കാസറ്റ് പ്ലെയർ അല്ല എന്താടെയും ചെയ്തില്ലേ വീഡിയോയുടെ ഇതിൻ്റെ കാസറ്റൊക്കെ ഇരിക്കുന്നു. ആറടി ആറ് എൻ്റെ തലയൊക്കെ എടുത്ത് വെച്ചിട്ട് കയറിരിക്കണം ഫ്രണ്ടിൽ ആ എടുത്തു. നാളെയും കൂടെ അല്ലേ ഉള്ളൂ. കഥ വെള്ളം ഇനിയും വേണം കേട്ടോ. ബോട്ടിൻ്റെ മണ്ടേ കൂടെ വല്ല നിന്ന് വീണാടി. ഇതുകൊണ്ട് ചായയൊക്കെ ഇരിക്കണം തടിയൊക്കെ ഇത്തിരി. അതാണ് പറയണം മര്യാദയ്ക്ക് പണിയാനായിരുന്നു ഇതിൽ. ഉള്ള പണിയും എടുത്ത് തടി വയ്ക്കുമ്പോൾ മര്യാദ ആണി അടിച്ച് വെച്ചില്ല. ഭയങ്കര അഗ്രസീവ് ഒരു സാധനമാണ്. പ്രിൻസ് പോയെന്നോ അങ്ങടെ വേറെല്ലാം കളിച്ചാരാ ആയാലും സേവ് ചെയ്തിട്ട് ഇറങ്ങാം.
അത് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ രാത്രി ഉറങ്ങും. അടുത്ത രാത്രി ഉറങ്ങും. ഈ സാധനം മറ്റേ ആമേരെ തോട് വെച്ചിട്ടുണ്ടാണ്. ഈ സാധനം അത്യാവശ്യം അധികം വേണ്ടി വരും എടി. ഓ അപ്പോൾ ചെയ്യുന്നില്ലേ സേവ് ചെയ്തിട്ട്. ഓ അത് ശരിയാണ്, ചുമ്മാ സ്പോയിലാവും. എന്നാൽ ഈ SOS സിമ്പിൾ കംപ്ലീറ്റ് ചെയ്തല്ലേ, എന്നിട്ട് പോകാം. ബാ കൊന്നിട്ട് നോക്കാം, ഒരു കുഴപ്പമില്ലെങ്കിൽ. ഇതിനാ ഇത് കല്ലിട് മാക്സിമം, എന്നിട്ട് അവിടെ കൊണ്ട് മറ്റേ സിമ്പിൾ ഉണ്ടാക്കി. ഈ സാധനം ഭയങ്കര ഇതാണ്.
ഇറങ്ങിയാലടി. എവിടെ ഇറങ്ങാനും പറ്റണില്ലല്ലോ. ആ സേവ് ചെയ്ത് എസ്കേപ്പ് ഒതുക്കിയിട്ട് ഇറങ്ങേണ്ട ഓപ്ഷൻ കാണിക്കണില്ല. സേവ് അല്ലേ ഇവിടെ ഇറങ്ങണം.